Hello friends, welcome back to my channel FASI'S FOODIE spot. ഇന്ന് ഞാനൊരു സ്ട്രോബെറി കപ്പ് കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്ട്രോബെറി ഫ്രോസ്റ്റിംഗ് റെസിപ്പിയും കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഫ്രഷ് ആയിട്ട് സ്ട്രോബെറി കപ്പ് കേക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഒരു ബൗളിലോട്ട് 1/2 കപ്പ് ചോപ്പ് ചെയ്ത സ്ട്രോബെറീസ് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് കപ്പ് കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇതിനു വേണ്ടി ഒരു ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. നന്നായിട്ടൊന്നിങ്ങനെ ഫോർക്ക് കൊണ്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ വെനില എസൻസ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ എടുത്ത മെഷർമെൻ്റ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാനിവിടെ 250 മില്ലി കപ്പിലാണ് 1 കപ്പ് മൈദ എടുത്തിട്ടുള്ളത്. കപ്പിൻ്റെ മെഷർമെൻറ്റ് എത്ര മില്ലിയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ പോയി നോക്കാം. നല്ല സ്മൂത്ത് ബാറ്റർ ഇങ്ങനെ കിട്ടണ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കേക്ക് മോൾഡിൽ ഇങ്ങനെ കപ്പ് കേക്ക് ലൈനേഴ്സൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഓയിൽ കൊണ്ടോ അല്ലെങ്കിൽ ബട്ടർ കൊണ്ടോ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വീതം ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ട് ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രോബെറി ഷുഗർ മിക്സ്ചറില്ലേ, അതൊന്ന് കുറച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മേലെ ബാറ്റർ കൊണ്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് ബാറ്റർ ഇട്ട് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് അത് പുറത്തോട്ട് ചാടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 1/4 ഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതൊരു 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഒരു 18 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഓവന്ന് എടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് തണുക്കാൻ വയ്ക്കുക. അതിനുശേഷം ഈ കേക്കുകളൊക്കെ ഒരു വയറിംഗ് റാക്കിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ വേറൊരു ട്രേയിലോട്ട് മാറ്റുക. ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് സ്ട്രോബെറി ഫ്രോസ്റ്റിംഗ് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു മിക്സി ജാറിലോട്ട് 1/2 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ സ്ട്രോബെറീസ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. സ്ട്രോബെറി പീസസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ സ്മൂത്ത് പേസ്റ്റായിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇതൊരു പാനിലോട്ട് മാറ്റാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് കട്ടിയാവണ വരെ
നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കൂട്ടി വെക്കരുത്, ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് ചെയ്യാൻ ശ്രദ്ധിക്കുക. പെട്ടെന്ന് തന്നെ അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം അത്യാവശ്യം നല്ലോണം കട്ടിയായിട്ടുണ്ട്. ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് ഫ്ലെയിമിൽ നിന്ന് മാറ്റി നല്ലോണം ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരു ബൗളിലോട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. ഹാൻഡ് ബ്ലെൻഡർ കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല തിക്കായിട്ട് മാറണ വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ പൗഡർ ചെയ്ത ഷുഗർ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ട്രോബെറി മിക്സ്ചർ ചേർത്ത് കൊടുക്കുക. നല്ല പതുക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാം. കേക്ക് നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സ്ട്രോബെറി പീസസ് കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പ് കേക്ക് റെസിപ്പിയാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.